കത്തി അമരുന്നതൊക്കെയും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ആനവണ്ടിയാണ്. ഇക്കൊല്ലം ഇത് 3-ാം തവണ. പമ്പയിൽ 2 തവണ കത്തിയത് കഴിഞ്ഞ മാസം. ഇന്ന് കായംകുളത്ത്. ഭാഗ്യം കൊണ്ട് മാത്രം വലിയ ദുരന്തങ്ങൾ തെന്നി മാറുന്നു. കൃത്യമായ മെയിൻ്റനൻസ് ഇല്ല. വയറിങ്ങിൽ ഉൾപ്പെടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. ദീർഘയാത്രയിൽ മയങ്ങുന്നവൻ്റെ ഉള്ളിലും തീയാണ്. കട്ടപ്പുറത്തെ കാരണവന്മാരാണ് കുഴപ്പക്കാർ. അവരെ നിരത്തിറക്കാതെ വേറെ കച്ചിത്തുരുമ്പൊന്നും ഇല്ലാതാനും. KSRTCയിൽ ഒരു മെയിൻ്റനൻസിന്റെ അഭാവം കൊണ്ടായിരിക്കണം. കാരണം ഇങ്ങനെ ടെക്നിക്കലി ബസ് അങ്ങനെ കത്തുന്ന പതിവുള്ളതല്ല. പക്ഷെ ഇത് പ്രോപ്പർ മെയിൻ്റനൻസിന്റെയും ഒരു കാലാനുസൃതമായ മെയിൻ്റനൻസിന്റെയും കാര്യങ്ങൾ ഒക്കെ ഇല്ലായിരുന്നു. പക്ഷെ അതെല്ലാം ഞങ്ങൾ പരിഹരിക്കുകയാണ്. അത്ര വലിയ ആഡംബരമോ ആനവണ്ടി വികാരമോ ഒന്നും വേണ്ട. എൻ്റെ പൊന്ന് ഡ്രൈവറെ, സ്റ്റോപ്പ് എത്തുന്നവരെ ഒന്ന് കഴിച്ചിലായി കിട്ടിയാൽ മതി. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഓടിച്ചു കൊണ്ടുപോകേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ്. പക്ഷേ എത്ര നാളിങ്ങനെ ജീവൻ പണയം വെച്ച് ജനം യാത്ര ചെയ്യേണ്ടി വരും? എന്നും ഈ ഭാഗ്യം തുണച്ചില്ലെങ്കിൽ ആര് മറുപടി പറയും? ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.